CPI-CPIM ഒരുമയെപ്പറ്റി ചിന്തിക്കാൻ കാലമായി എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലയനം എന്ന വാക്കല്ല CPI മുന്നോട്ട് വെക്കുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിത പുനരേകീകരണമാണ് ആവശ്യമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നമ്മുടെ മുമ്പിൽ ഭാവിയെപ്പറ്റി പറയുമ്പോഴെങ്കിലും ഐക്യം എന്നതിനെപ്പറ്റി ലക്ഷ്യമായി പ്രഖ്യാപിക്കാൻ കാലമായി അത് വേഗം പാടില്ല എന്നാണ് CPIയുടെ കാഴ്ചപ്പാട്. നാളെ ഒന്നാകുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ലക്ഷ്യം പ്രഖ്യാപിക്കാൻ കാലമായി. അത് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, CPI ലക്ഷ്യമാക്കുന്നത് ലയനമല്ല. ലയനമെന്ന വാക്ക് രാഷ്ട്രീയ വാക്കേ അല്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തത്വാധിഷ്ഠിതമായ പുനരേകീകരണമെന്നാണ്. ദ റീയൂണിഫിക്കേഷൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഓൺ എ പ്രിൻസിപ്പിൾഡ് ബേസിസ്. തത്വാധിഷ്ഠിതമായ ഒരു പുനരേകീകരണം, അതാണ് CPI നയം. അത് വരുമ്പോൾ അത് പിടിച്ചു കുലുക്കിയാൽ വരില്ല. അതൊരു പ്രക്രിയയാണ്. സംവാദങ്ങൾ വേണ്ടി വരും, ചർച്ച വേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിത പുനരേകീകരണമെന്ന CPI വാദം തള്ളി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസത്തിലാണ് രണ്ട് പാർട്ടികളായത്. കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കും. ഇന്ത്യ രാജ്യം ഫാസിസ്റ്റ് രാജ്യമാണെന്നതിൽ ഉൾപ്പെടെ പരിഹരിക്കപ്പെടാത്ത അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും AK ബാലൻ പറഞ്ഞു. പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. ഇന്ത്യ രാജ്യം ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിലാണ്. അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് CPIMൻ്റെ വ്യക്തമായിട്ടുള്ള നയമാണ്. അപ്പോൾ അതിൽ ഒരു വ്യക്തത വരുത്താതെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും കയറൂല്ലേ. പ്രവർത്തന മണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങളിൽ നല്ല യോജിപ്പോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇത്രയും നല്ല യോജിപ്പുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടവും ഇല്ല. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകാറുണ്ട്. മനീഷ്, ലയനമല്ല തത്വാധിഷ്ഠിത പുനരേകീകരണമാണ് CPI-CPIM തമ്മിൽ വേണ്ടത് എന്നത് നേരത്തെ തന്നെ CPI മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണല്ലോ AK ബാലൻ ചെയ്തിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ മുൻപ് CPI നേതാവായിരുന്ന വെളിയൻ ഭാർഗവൻ അടക്കം ഇത് മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. ഇപ്പോൾ ബിനോയ് വിശ്വം ഇത് പല വേദികളിലും ഈ ലയനത്തെ സംബന്ധിച്ച് അവരുടെ ഒരു തത്വാധിഷ്ഠിത നിലപാടെന്ന രീതിയിൽ, ഒപ്പം തന്നെ രാജ്യത്ത് RSS പിടിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിൽ CPIയും എമ്മും തമ്മിൽ ഒരു ഐക്യത്തെപ്പറ്റി ചിന്തിക്കണം. അത് നാളെയല്ല, പക്ഷേ അത് എപ്പോഴെങ്കിലും അത് ഉണ്ടാകണം. അതിന് ലയനം എന്നുള്ളൊരു പൈങ്കിളി വാക്കല്ല, അതിന് മറിച്ച് അതിലൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണെന്നും അത് ലയനം പോലുള്ള ഒരു രാഷ്ട്രീയമല്ലാത്ത വാക്കുകളല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിതമായ പുനരേകീകരണമാണെന്നുള്ള ഒരാശയമായിരുന്നു മുന്നോട്ട് വെച്ചത്. ഇന്നലെ അത് ചേർത്തലയിൽ അദ്ദേഹം ഒരു സംഘടനാ പരിപാടി CG സദാശിവൻ 40ാമത് ചരമവാർഷിക ദിനാചരണത്തിലായിരുന്നു അദ്ദേഹം ഈ രീതിയിൽ സംസാരിച്ചത്. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലൊരു രാഷ്ട്രീയ നിലപാടാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ മുന്നോട്ട് വെച്ചത്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും രണ്ടും രണ്ട് പാർട്ടികളാണ്. പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പല കാരണങ്ങളും അതിനുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യം ഒരു ഫാസിസ്റ്റ് രാജ്യമാണ് എന്നതിൽ ഉൾപ്പെടെ പരിഹരിക്കപ്പെടാത്ത പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുമ്പോൾ എങ്ങനെ രണ്ട് പാർട്ടികളുടെ ഏകീകരണം ഉണ്ടാകും? അതിന് പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു തത്വാധിഷ്ഠിതമായ പുനരേകീകരണം ഉണ്ടാകുക എന്നാണ് CPIയുടെ വാദത്തെ തള്ളിക്കൊണ്ട് AK ബാലൻ രംഗത്തെത്തിയത്. മനീഷ് മഹിപാൽ ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.